കഴിഞ്ഞ 2 ദിവസം പല വീഡിയോകളിലായിട്ട് ഞാൻ പറയുന്നുണ്ട്, ഈ ബലൂചിസ്ഥാനിൽ BLA നടത്തിയ ട്രെയിൻ റാഞ്ച്, അതുമായിട്ട് പാകിസ്ഥാൻ ഗവൺമെൻറ്റിൻ്റെയും പട്ടാളത്തിൻ്റെയും ISPR അവരുടെയൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് പല പൊരുത്തക്കേടുകളുണ്ട്. അതായത് വലിയ പൊരുത്തക്കേട്, ആനയാടുന്നുള്ള പൊരുത്തക്കേടുണ്ട്. അവർ ഈ പറയുന്നു ഒരു പട്ടാളക്കാരൻ പോലും അവിടെ കൊല്ലപ്പെട്ടിട്ടില്ല, ട്രെയിനിൽ ഉണ്ടായിരുന്നില്ല. അപ്പം കേരളത്തിലെയും ഇന്ത്യയിലെയും ഇൻ്റർനാഷണൽ മീഡിയ ഇൻക്ലൂഡിങ് BBC, അൽ ജസീറ, CNN ഇവരൊക്കെ ഈ പറയുന്ന ഇൻ്റർനാഷണൽ ഏജൻസികളുടെ റിപ്പോർട്ട് എടുത്തിട്ട് അവരും പറഞ്ഞു പൂർണ്ണമായിട്ടും എല്ലാ ബന്ദികളെ മോചിപ്പിച്ചു, ഒരു ബന്ദി പോലും ഈ പറയുന്ന കോൺഫ്ലിക്റ്റിൽ, അതായത് ഈ എൻകൗണ്ടറിലും പ്രശ്നത്തിലും കൊല്ലപ്പെട്ടില്ല. കാരണം ഇത് പാകിസ്ഥാൻ ഗവൺമെൻറ്റിൻ്റെ പട്ടാളം മാത്രമാണ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തുകൊണ്ടിരുന്നത്. ഗവൺമെൻറ്റിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പിന്നങ്ങ് മാറി, പൂർണ്ണമായിട്ട് ISPR ആണ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. അപ്പോൾ എന്നോടും പലരും ചോദിച്ചു, അറിയാവുന്ന സുഹൃത്തുക്കളും മെസ്സേജ് അയച്ചൊക്കെ ചോദിച്ചു, ഈ പാൽക്കി ഉപാധ്യായ അവരിങ്ങനെയാണല്ലോ പറയുന്നത്, അവരുടെ റിപ്പോർട്ടിലെങ്ങനെയാണ് പറയുന്നത്, മറ്റുള്ള ദേശീയ ചാനൽ, ഇൻ്റർനാഷണൽ ചാനൽ ഇങ്ങനെയാണ് പറയുന്നത്. ഇപ്പോഴൊക്കെ ഞാൻ അവരോട് പറഞ്ഞൊരു സംഭവമുണ്ട്, വെയിറ്റ് ആൻഡ് സീ. കാരണം എനിക്കറിയാൻ ഇവരൊക്കെ എങ്ങനെയാണ് റിപ്പോർട്ട് എടുത്തേക്കുന്നത്. കാരണം ഞാൻ ഈ ഓർഗനൈസേഷൻ്റെ ഒക്കെ വളരെ താഴെ നിന്ന് മേളിൽ വരെ കയറി വന്നതാണ്. എനിക്കറിയാം ഇതിൻ്റെ മോഡസ് ഓപ്പറൻഡി എങ്ങനെയാണ് ന്യൂസ് എടുക്കുന്നത്, ഇവരെങ്ങനെയാണ് വീഡിയോ ചെയ്യുന്നത്, ഇതിൻ്റെ റിപ്പോർട്ടാജ്. അത് റിപ്പോർട്ടാജ് ജസ്റ്റ് ഓൺ ദ ഗ്രൗണ്ട് സീറോ റിപ്പോർട്ടാജ് സമ്മതിക്കത്തില്ല. കാരണം അവിടെ മുഴുവൻ ടെറർ മേഖലയാണ്. പാകിസ്ഥാൻ ഗവൺമെൻറ് ഒരു ജേർണലിസ്റ്റിനെ അങ്ങോട്ട് കയറ്റി വിടുന്നില്ല. അപ്പോൾ ഇതെല്ലാം പാകിസ്ഥാൻ ഗവൺമെൻറ് എന്തു പറയുന്നു, വൺ സൈഡായിട്ട് ഇത് മാത്രമാണ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇന്നലെ രാത്രി ഇന്ന് രാവിലെയും കൊണ്ട് ഇൻ്റർനാഷണൽ ചാനലുകൾ മുഴുവനും പാകിസ്ഥാൻ ഗവൺമെൻറ്റിനെ വിശ്വസനീയമായ രേഖകളും റിപ്പോർട്ടുമല്ല അവർ തരുന്നത് എന്ന് പറയാൻ തുടങ്ങി. ഇന്ത്യയുടെ ദേശീയ ചാനലായ CNN, IBN, ഇന്ത്യ ടുഡേ, മറ്റുള്ള ഹിന്ദി നാഷണൽ ചാനലും സെയിം ഇതേ വഴി തന്നെ പോയി. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നലെ രാത്രി തന്നെ ഞാൻ ഇന്നലെ ആ വീഡിയോ ചെയ്തപ്പോൾ, അപ്പോൾ ഞാൻ ചെയ്ത മലയാളം വീഡിയോയാണ്, പക്ഷേ നാഷണലിലും ഹിന്ദിയിലും ഉള്ള 2 സീനിയർ ജേർണലിസ്റ്റ് വിളിച്ച് ചോദിച്ചു, ഈ സംഭവം നിങ്ങൾ ഈ കൊടുത്തിരിക്കുന്നത്, കാരണം അവരിത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കണ്ടു. ഞാൻ പറഞ്ഞു, ഇത് എവിടെയാണ് പൊരുത്തക്കേട്, ഡിസ്ക്രിപ്പൻസീസ് എവിടെയാണെന്ന് പറയാം. ഞാൻ ഈ ഇവർ പറയുന്നത് തമ്മിൽ വ്യത്യാസം എവിടെയാണെന്ന് പറയാൻ പറഞ്ഞു. അപ്പം അങ്ങനെ ഒരു ടെലിഫോണിക് കോൺവെർസേഷൻ ഡൽഹിയിലുള്ള സീനിയർ ജേർണലിസ്റ്റുമായിട്ട് ഇന്നലെ ഉണ്ടായി. അപ്പം അതിനുശേഷം അവരും ഇത് പൂർണ്ണമായിട്ടും പാകിസ്ഥാൻ ഗവൺമെൻറ്റിൻ്റെ ആ പ്രസ്താവനയെ തള്ളിക്കളയാൻ തയ്യാറായി. ഇപ്പം എല്ലാ ചാനലും ഒരേപോലെ പറയുന്നു, ഈ പാകിസ്ഥാൻ ഗവൺമെൻറ്റും ഈ BLAയുമായിട്ട് ബന്ധപ്പെട്ട പല വാർത്തകളും പാകിസ്ഥാൻ ISPR തരുന്നത് തെറ്റാണ്. പാകിസ്ഥാൻ സിവിൽ ഗവൺമെൻറ്, ഡെമോക്രാറ്റിക്കലി എലക്റ്റഡ് ഗവൺമെൻറ് ഇതിനെപ്പറ്റി ഇപ്പോൾ പൂർണ്ണമായിട്ടും വീണ്ടുന്നില്ല. അപ്പോൾ നമുക്കിനി നോക്കാം എന്തൊക്കെയാണ് ഞാൻ ഈ കൊടുത്ത സംഭവം. ഈ പാൽക്കി പറഞ്ഞ സംഭവം, പാൽക്കിയുടെ ഹസ്ബൻഡ് സങ്കേത് ഉപാധ്യായ എൻ്റെ കൊളീഗായിരുന്നു, ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ട്, എൻ്റെ ജൂനിയറായിരുന്നു, ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. പാൽക്കി നല്ലപോലെ ന്യൂസ് ആങ്കറാണ്, നല്ല ഡെലിവറിയാണ്, നല്ല ലാംഗ്വേജാണ്. പാൽക്കി ഗ്രൗണ്ട് സീറോയിൽ റിപ്പോർട്ട് ചെയ്യാത്ത ജേർണലിസ്റ്റാണ്. ഗ്രൗണ്ട് സീറോയിൽ റിപ്പോർട്ട് ചെയ്യുകയും ഇതേപോലെയുള്ള കോണ്ടാക്ട്സ് ബിൽഡ് ചെയ്ത് സംഭവങ്ങൾ ഓരോന്ന് അറിയുമ്പോൾ എങ്ങനെ ഇൻഡെപ്തായിട്ട് റിസർച്ച് ചെയ്യണം, അതിനെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ല. ഞാൻ മോശമായിട്ട് പറയുമല്ല, ഒരു ആൾ ഭയങ്കര ഇടിക്കുക ഏത് ഡെലിവറി ചെയ്യാനും ന്യൂസ് ആങ്കർ. പക്ഷേ ഈ കോൺഫ്ലിക്റ്റ്, വാറ്, ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട്, അപ്പോൾ ഈ ഇസ്രായേൽ ഹമാസുമായിട്ട് ബന്ധം, ഇറാനുമായിട്ട് ഈ സംഭവത്തിലൊക്കെ അവരുടെ വീഡിയോകളൊക്കെ പറഞ്ഞ് ഭയങ്കര ഒരു ലോ ഗ്രേഡ് ആയിരുന്നു. കാരണം അവർക്ക് ഇതിനെപ്പറ്റി വ്യക്തമായ ധാരണയൊന്നുമില്ല. അതതിൻ്റെ കാരണം. മറ്റുള്ള വിഷയത്തിലൊക്കെ അവർ വളരെ കത്തിക്കയറുന്ന ഒരു ന്യൂസ് പ്രസൻറ്റേഷൻ തന്നെയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ബോംബെ അറ്റാക്ക് അറിയാം, അതായത് താജ് ഹോട്ടലിലെ അറ്റാക്ക്. ഞാനൊരു കാര്യം പറയാം, എൻ്റെ ഒരു പഴയ ഇൻസിഡൻറ്റ് ഓർത്ത് പറഞ്ഞ. ആ സമയത്ത് ഞാൻ ന്യൂസ് സെക്സ് എന്ന് പറഞ്ഞ പീറ്റർ മുഖർജിയുടെ ചാനലിൻ്റെ ഇൻവെസ്റ്റിഗേറ്റീവ് എഡിറ്ററാണ്. കാരണം ഇവിടെ ഈ ബോംബെ അറ്റാക്ക് ഉണ്ടായി, പിന്നെ കംപ്ലീറ്റ് ഇന്ത്യൻ ന്യൂസ് ചാനൽ മുഴുവൻ അങ്ങോട്ടങ്ങ് പോയി. അത് വലിയ സംഭവമാണ്. ഗ്ലോബലായിട്ട് ഇത്രയും വിദേശികളുണ്ടായിരുന്നു. ആ ഹോട്ടലിലുണ്ട്, താജിലുണ്ടായിരുന്നു, മറ്റേ ഹോട്ടലിലുണ്ടായിരുന്നു.
ബോംബെ സിറ്റി മുഴുവനും കൊമേഴ്ഷ്യൽ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യയാണ്, ലോകത്തിലെ അറിയപ്പെടുന്ന സിറ്റികളിലൊന്നാണ്. അപ്പം ആ സമയത്ത് പെട്ടെന്ന് എനിക്ക് തന്നെ എൻ്റെ ഓഫീസിൽ നിന്ന്, അന്ന് എനിക്ക് ഓഫ് ഡേ ആണെന്ന് തോന്നുന്നു, ഞാനിന്ന് എവിടെ പോയിരിക്കും, ഓഫ് ഡേ ആണ്, പക്ഷേ സിറ്റിയിലുണ്ട്. പെട്ടെന്ന് തന്നെ വിളിപ്പിച്ചു. അപ്പോൾ വിളിപ്പിച്ചിട്ട് പറഞ്ഞു, ഈ സംഭവം ഒന്ന് വളരെ നല്ലപോലെ ഒന്ന് കോർഡിനേറ്റ് ചെയ്യണം. കാരണം ഇവർക്കൊക്കെ അറിയാം ഈ കോൺഫ്ലിക്റ്റും വാറും ഒക്കെ താല്പര്യമുള്ളൊരു കക്ഷിയാണ്, അതിനെപ്പറ്റി വായിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് വരുവാണ്, അതായത് മാർക്കോസ് ഇന്ത്യൻ നേവിയുടെ കമാൻഡോ വിങ് ആണ്. അപ്പോൾ അവർ മുഖമൊക്കെ മൂടി അവരുടെ ആ സംഭവം വരുവാണ്. അതായത് ഇൻസിഡൻറ്റ് കഴിഞ്ഞ് 3-ാമത്തെ മണിക്കൂർ, അതായത് താജ് ഹോട്ടല് ഈ പറയുന്ന ടെററിസ്റ്റുകളെ ആംബുഷ് ചെയ്ത ശേഷം 3-ാമത്തെ മണിക്കൂർ ഇവരുടെ സ്റ്റേറ്റ്മെൻറ്റ് വരുവാണ് മാർക്കോസിൻ്റെ. അവർ പറയുകയാണ് അവർ അത് സാനിറ്റൈസ് ചെയ്തു, അതായത് ന്യൂട്രലൈസ് ചെയ്ത് മുഴുവൻ ടെററിസ്റ്റുകളെ. ശ്രദ്ധിച്ചേട്ടോ, ഞാനിപ്പം ഈ ഹോട്ടലിൻ്റെ ഡേറ്റായും അതും പരിപാടിയൊക്കെ എടുത്തിട്ട് ഡേറ്റ എന്ന് വെച്ചാൽ ഈ ഹോട്ടലിൽ എത്ര റൂം ഉണ്ടെന്നറിയണം. ഇതിൻ്റെ കാരണം നമ്മളിപ്പോൾ അവിടെ പോയി അറിയാൻ പറ്റും. നമ്മുടെ റിപ്പോർട്ടർ അവിടുന്ന് വർളിയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നേ ഉള്ളൂ, അന്ന് അവിടെ ക്യാമ്പുണ്ട്, പക്ഷെ അവരും അറിയത്തില്ല എത്ര റൂമുണ്ട്. ഇൻസ്റ്റൻ്റായിട്ട് അറിയണം. അപ്പോൾ അതിനെപ്പറ്റി അറിയാവുന്ന അവിടെ ഹോട്ടലിൽ വർക്ക് ചെയ്ത ഒരാളെ തപ്പി എടുത്തിട്ട് അറിഞ്ഞു, ഏകദേശം 286 റൂമുണ്ട് അവിടെ. ഹ്യൂജ് ഹോട്ടല്, ഹെറിറ്റേജ് ഹോട്ടല്. അപ്പോൾ 286 റൂമുള്ള ആ ഹോട്ടലിൽ ഏകദേശം 26ഓളം വരുന്ന മാർക്കോസ് എന്ന് പറഞ്ഞ ഇന്ത്യൻ നേവി കമാൻഡോ 3 മണിക്കൂർ കൊണ്ട് ന്യൂട്രലൈസ് ചെയ്തു എന്ന് പറയുന്നത് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ആ പറഞ്ഞ പോയിന്റ് നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിശ്വസിക്കുന്നു. കാരണം 3 മണിക്കൂർ കൊണ്ട് എങ്ങനെ ചെയ്യാൻ പറ്റും? ഇത്രയും മുറിയുണ്ട്, ഇത്രയും ആൾക്കാർ താമസിക്കുന്നുണ്ട് ഹോട്ടലിൽ. അന്ന് ഏകദേശം 80% ഒക്കപ്പൻസി ഉണ്ട്. ഇപ്പം ഇങ്ങനെ 3 മണിക്കൂർ കൊണ്ട് ഒരു റൂമിൻ്റെ അവിടുന്ന് അങ്ങേ അറ്റം വരെ ഓടുമല്ലല്ലോ, വെപ്പൺസും കൊണ്ട് പോവില്ലയോ. ഇപ്പം ഇത്രയും പെട്ടെന്ന് അതിൻ്റെ എത്ര ഭീകരന്മാരുണ്ട്, ഇവരെങ്ങനെ ന്യൂട്രലൈസ് ചെയ്തെന്ന് പറയാൻ പറ്റും? ഇതൊരു കോമൺ സെൻസ് ക്വസ്റ്റ്യനാണ്. പെട്ടെന്ന് ഇന്ത്യൻ ചാനലെല്ലാം പറയും. അപ്പം ഞാൻ പറഞ്ഞു, ഇത് റോങ് ഇൻഫർമേഷനാണ്. കാരണം നമ്മളിതൊരു കോമൺ സെൻസാണ്, അത് ഗ്രൗണ്ടിൽ പോയിട്ട് അറിയുമ്പോൾ മനസ്സിലാക്കുന്നതാണ്. ഇത് 3 മണിക്കൂർ കൊണ്ട് സാനിറ്റൈസ് ചെയ്യാൻ പറ്റില്ല. അതിനുശേഷം ഇവരെ മാറ്റി. അതിനുശേഷമാണ് പെട്ടെന്ന് NSG, നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്സ്, അപ്പോൾ അവരുടെ യൂണിറ്റ് പെട്ടെന്ന് വരുന്നു ഡൽഹിയിൽ നിന്ന്. അവർ വന്നു കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ബ്രിഗേഡിയർ ആയിരുന്നു അന്ന് അതിൻ്റെ ഹെഡ്. ആ സമയത്ത് ഞാനും ബോംബെയിലെത്തി. കാരണം ഇത് കോർഡിനേറ്റ് ചെയ്യുക, കാരണം ഞാൻ 4-5 റിപ്പോർട്ടേഴ്സ് ഉണ്ട്, ഞാനിത് കോർഡിനേറ്റ് ചെയ്യണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവരവിടെ ഇറങ്ങിയിട്ട് അവരൊരു 4 മണിക്കൂർ 5 മണിക്കൂർ കഴിഞ്ഞിട്ട് അതിൻ്റെ ബ്രിഗേഡിയർ വന്നിട്ട് പറയുകയാണ്, കംപ്ലീറ്റ് ടെററിസ്റ്റുകളെ ന്യൂട്രലൈസ് ചെയ്തു. ഇപ്പം എൻ്റെ റിപ്പോർട്ട് ഞാനിപ്പം അപ്പുറത്ത് മാറിയുന്ന ഓരോ കോർഡിനേഷൻ നടത്തുകയാണ്. ഇത് ഉടൻ തന്നെ എല്ലായിടത്തും ഫ്ലാഷ് ആവും, കംപ്ലീറ്റ് ടെററിസ്റ്റുകളെ കൊന്നു. ആ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട്, എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, ഈ ഹോട്ടലിൽ നിന്നും പാകിസ്ഥാൻ ടെലിവിഷനിലോട്ട് ലൈവായിട്ട് ടെററിസ്റ്റ് സംസാരിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. ഇത് മനസ്സിലായിക്കോണം. അപ്പോൾ ഞാനിതിൻ്റെ യാഥാർത്ഥ്യം എടുത്ത് ഈ പാകിസ്ഥാൻ ടെലിവിഷനെ വിളിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഇപ്പം ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും സംസാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെയാണ് നമ്മുടെ ഈ ബ്രിഗേഡിയർ പറഞ്ഞത്, അത് NSGയുടെ ഹെഡ് ബ്രിഗേഡിയർ പറഞ്ഞത്, കംപ്ലീറ്റ് പേരെ ന്യൂട്രലൈസ് ചെയ്തു. അപ്പം തെറ്റായ ഇൻഫർമേഷൻ കൊടുക്കും. ഇത് ഗവൺമെൻറ് അറിഞ്ഞിട്ടാണ് ഇയാളത്തേക്ക് എനിക്കറിയത്തില്ല, പക്ഷെ തെറ്റായ ഇൻഫർമേഷൻ കൊടുക്കുക. മറ്റുള്ള ചാനലെല്ലാം ഫ്ലാഷായി, ടെററിസ്റ്റുകളെ മുഴുവനും ഒതുക്കി. സോ ഞാൻ ഇൻ്റർവ്യൂ ചെയ്ത് ഞങ്ങളുടെ ഓഫീസിൽ ഞാൻ പറഞ്ഞു, ഒതുക്കിയിട്ടില്ല. കാരണം ഈ ടെററിസ്റ്റുകൾ രണ്ട് ഹോട്ടലുകളിൽ നിന്നും, അതായത് വേറൊരു ഹോട്ടലുമുണ്ട്, ഇവിടുന്ന് ഈ പാകിസ്ഥാനിലുള്ള ടെലിവിഷനിൽ ലൈവായിട്ട് അവർ ഇൻ്റർവ്യൂ കൊടുക്കുവാണ്, വോയിസ്. 10 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ സാധനങ്ങൾ എൻ്റെ ചാനലിൽ വരാൻ തുടങ്ങി. അത് ഉടൻ തന്നെ ഈ ബ്രിഗേഡിയർ പുറകോട്ടങ്ങ് മാറി. ഗവൺമെൻറ് ഉടൻ തന്നെ ഈ ബ്രിഗേഡിയർ ഓപ്പറേഷനിൽ നിന്ന് പിന്മാറ്റി. കാരണം തെറ്റായ ഇൻഫർമേഷൻ കൊടുത്തു. പിന്നീട് വേറെ സീനിയറാണ് ഇത് മുഴുവനും ചെയ്ത് ഏകദേശം 60 മണിക്കൂർ കൊണ്ട് ഈ ശരിക്കും ഫയർ അകത്തും പുറത്തും എല്ലാം ഫയർ ഉണ്ടായി. അതിനുശേഷമാണ് നിങ്ങൾ ഈ കാണുന്നൊരു ഫുട്ടേജ് എന്ന് പറയുന്നത്. അതായത് ഇന്ത്യൻ പട്ടാളക്കാരൻ്റെ NSG കമാൻഡോയുടെ ഒരു ഡെഡ് ബോഡി അതിൻ്റെ ജനലിൽ കൂടെ പുറത്തു വിട്ടിടുന്ന
ആ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ ഞാൻ അപ്പുറത്തുണ്ട്. അതിനുശേഷം ഇദ്ദേഹം ഈ ക്ലെയിംസ് വന്ന ശേഷമാണ് മറ്റു ഭാഗങ്ങളൊക്കെ നടക്കുന്നത്. ഈ പറയാൻ പോകുന്നത് ഒരു അപ്പം ഇതിനകത്ത് ഉറപ്പായിട്ട് ഈ സമയത്ത് 60 മണിക്കൂർ എടുത്ത സമയത്ത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പെട്ടെന്ന് ഇസ്രായേലി ഗവൺമെൻറ്റുമായിട്ട് ആവശ്യപ്പെടുന്നു. അവിടുന്ന് ആൾക്കാർ ഫ്ലൈ ചെയ്യുന്നു, ഏകദേശം 12ഓളം പേര്. പിന്നെ അവരാണ് NSG കമാൻഡോസ് കംപ്ലീറ്റ് ആയിട്ട് കാര്യങ്ങൾ എങ്ങനെ ഓപ്പറേഷൻ നടത്തണം, എങ്ങനെയാണ് കൗണ്ടർ സംഭവം അറ്റാക്ക് ചെയ്യുന്നത്, അവരാണ് മുഴുവനും പിന്നെ ചാർട്ട് എടുക്കുക. കാരണം നമ്മുടെ NSG കമാൻഡോസിനും ബ്ലാക്ക് ഹാറ്റ് കമാൻഡോസിനും ഇതേപോലെയുള്ള ഈ ഹോട്ടൽ പോലെയുള്ള ഓപ്പറേഷൻസ് ആദ്യമായിട്ട് നേരിടുക. കാരണം നമ്മൾ നേരത്തെ ബ്ലൂ സ്റ്റാറിന് ശേഷം NSG കമാൻഡോസ് നടത്തിയാണ് ഓപ്പറേഷൻ ബ്ലാക്ക് തണ്ടർ, അതായത് അമൃത്സറിൽ. പക്ഷേ ഇതേപോലെയുള്ള ഓപ്പറേഷൻസ് അവർ ആദ്യമായിട്ട് നടത്തും. അപ്പം ഞാൻ അതിലോട്ടല്ല പോകുന്നേ. അപ്പോൾ പറയാൻ പോകുന്നൊരു കാര്യം, ഇങ്ങനൊരു ഇൻസിഡൻറ്റും കോൺഫ്ലിക്റ്റുമായിട്ടും റാഞ്ചിലും ഹൈജാക്കിങ്ങും ഒക്കെ നടന്നു കഴിയുമ്പോൾ ഇപ്പം നമുക്കിതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ കോമൺ സെൻസായിട്ട് തീരുമാനിക്കുന്ന പാകിസ്ഥാൻ പോലെ ഒരു രാജ്യം, അവിടെ അവർ ആദ്യം പറയുന്നു 33 ടെററിസ്റ്റുകളെ ന്യൂട്രലൈസ് ചെയ്തു. അവിടുന്ന് ആഭ്യന്തരം പറയുന്നത് 70-80 പേരുണ്ടായിരുന്നു. അത് മുഴുവനും കോൺട്രഡിക്ഷനാണ് സ്റ്റേറ്റ്മെൻറ്റ് മുഴുവൻ. കാരണം ഇവർക്ക് ഈ നരേറ്റീവ്സ് ഉണ്ടാക്കാൻ അതിന് പോലും ഇവർക്ക് പറ്റുന്നില്ല. എന്നിട്ട് 100ഓളം പട്ടാളക്കാരുണ്ടായിരുന്നു ബലൂചിസ്ഥാൻ. അപ്പം ബലൂചിസ്ഥാൻ കൊടുത്തൊരു സ്റ്റേറ്റ്മെൻറ്റാണ് ഏറ്റവും തമാശ. ഇന്നലെ രാത്രി അവർ പറഞ്ഞത്, ഇൻ്റർനാഷണൽ മീഡിയയിലുള്ള 10 പേര് നിങ്ങളിവിടെ വിടുവാണെങ്കിൽ അവർക്ക് മുഴുവനും ഞങ്ങൾ കാണിച്ചു കൊടുക്കാം യഥാർത്ഥം എന്താണ്. ഇതിലാണ് ഇൻ്റർനാഷണൽ മീഡിയയും ഈ പറയുന്ന ഇന്ത്യൻ മീഡിയയും പെട്ടുപോയത്. കാരണം അതിനുശേഷം വീണ്ടും പാകിസ്ഥാൻ പറഞ്ഞു ഓപ്പറേഷൻ സ്റ്റിൽ ഗോയിങ് ഓൺ. അവർ പറഞ്ഞു കംപ്ലീറ്റ് ടെററിസ്റ്റുകളെ വെടിവെച്ച് ന്യൂട്രലൈസ് ചെയ്തു, മുഴുവൻ ബന്ദികളെ ഫ്രീ ആക്കി, റെയിൽവേ സർവീസ് പുനരാരംഭിച്ചു. ഇപ്പോൾ പറയുന്നു സ്റ്റിൽ ഓപ്പറേഷൻ ഈസ് ഗോയിങ്. അതാണ് ഞാൻ നേരത്തെ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞത്. ഇവർ പറയുന്നത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. ഇത് ഏജൻസികളെ കൊണ്ട് അവരെ നിർബന്ധിപ്പിച്ച് ആ ഗവൺമെൻറ്റിൻ്റെ വേർഷൻ മാത്രമാണ് കൊടുപ്പിക്കുന്നത്. അതനുസരിച്ച് നമ്മളിവിടെ വീഡിയോയും സ്റ്റോറിയും റിപ്പോർട്ടാജും തയ്യാറാക്കുമ്പോൾ അപ്പം നമ്മളതിനെപ്പറ്റി ഒരു സാധാരണ രീതിയിൽ പഠിച്ചിരിക്കണം. അതേപോലെ ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇപ്പം എന്നെപ്പോലെയുള്ള പൊട്ടന്മാരാണ് ഈ TV ചാനലൊക്കെ വർക്ക് ചെയ്യുന്നത്. അതാദ്യം മനസ്സിലാക്കുക. ഇതൊന്നും നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഹൈലി ഇൻ്റലക്ച്വൽസ് ഒന്നും, ഞാൻ എന്നെപ്പോലെ പൊട്ടന്മാർ തന്നെ, അവർക്ക് തോന്നുന്ന രീതിയിലൊക്കെയാണ് ഈ സാധനം അടിച്ചുവിടുന്നത്. അപ്പോൾ ഇത് കാണുന്ന നിങ്ങൾ കോമൺ സെൻസ് ഉപയോഗിക്കണം. ഇത് ശരിയാണോ, ശരിയായാലും എങ്ങനെ ആയിരിക്കും? നിങ്ങളതിന് ചോദ്യങ്ങൾ നിങ്ങളിലുണ്ടാവണം. ആ ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഈ ന്യൂസിൻ്റെയും ഈ അനാലിസിസിൻ്റെയും യഥാർത്ഥ വശങ്ങൾ പുറത്തോട്ട് വരുന്നത്. മനസ്സിലായ? സ്വയം ചോദ്യങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ന്യൂസ് ബ്രോഡ്കാസ്റ്റേഴ്സിനോടൊക്കെ പറയുന്നൊരു സംഭവമുണ്ട്, ന്യൂസ് വി ക്യാൻ യൂസ്, അല്ലാതെ ട്രസ്റ്റാണ്. അതായത് ഞാൻ നിങ്ങളുമായിട്ടൊരു ട്രസ്റ്റ് ഉണ്ട്, അതിനെ നശിപ്പിക്കുവാൻ ഞാൻ തയ്യാറല്ല. അതിനെ ഞാൻ നശിപ്പിച്ചാൽ ഞാൻ ഇത്രയും വർഷം എടുത്തുകൊണ്ടുവന്ന ഒരു ട്രസ്റ്റ് ഉണ്ട്. അതൊരു ചെറിയൊരു ന്യൂസിൻ്റെയും അനാലിസിസിൻ്റെയും പുറത്ത് പോകുമ്പോൾ അത് എൻ്റെ ഇൻഡിവിജ്വാലിറ്റിയും എൻ്റെ ക്രെഡിബിലിറ്റിയും മാത്രമല്ല ബാധിക്കുന്നത്. അതായത് 10-30 വർഷം ഞാൻ ബിൽഡപ്പ് ചെയ്തൊരു സാധനമായത് വളരെ പെയിൻ എടുത്ത് പാടുപെട്ട് മനസ്സിലാക്കി. ഇപ്പം കഴിഞ്ഞിടയ്ക്ക് മനോരമയുടെ ജാവേദ് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛൻ ഇത് സംസാരിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ ഈ 10-30 വർഷത്തെ ഇൻവെസ്റ്റ്മെൻറ്റാണ്. അപ്പം അതെന്ന് പറയുന്നത് അതിൻ്റെ പുറകെ നടന്നുണ്ടായി വന്നത്. ആ ഒരു സംഭവം എന്ന് പറയാൻ ഞാനൊരു ചെറിയ വാർത്തയുടെ പേരിൽ, ഒരു അനാലിസിസിൻ്റെ പേരിൽ ഞാനത് കളയാൻ ഞാൻ തയ്യാറല്ല. അതുകൊണ്ടാണ് എൻ്റെ യഥാർത്ഥ മുഖം എന്താണ്. കാരണം നിങ്ങൾ 10 പേരെ അത് കാണുന്നുള്ളൂ, ഫൈൻ. പക്ഷെ 10 പേരെ ഞാൻ നിങ്ങളെ മിസ്ഗൈഡ് ചെയ്യുന്നത് ശരിയല്ല. അതുകൊണ്ടാണ് ഓരോ വാർത്തയും അതിൻ്റെ ഡെപ്ത് നോക്കി മനസ്സിലാക്കിയിട്ട് ഈ പറയുന്ന വാർത്ത ശരിയാണ്, ഇത് ശരിയാണോ, അത് ശരിയാണ്, ഇത് ശരിയാണ്, പിന്നെ ഡ്യൂ ഡെലിജൻസ്, പിന്നെ അത് എൻ്റെ രീതിയിലുള്ള അനാലിസിസ്, മറ്റുള്ള സോഴ്സസ്, ഇതിനെയൊക്കെ വെച്ച് ഈ തയ്യാറാക്കുന്നത്. അല്ലാതെ എന്തെങ്കിലും വാരി വലിച്ച് പറയുക, അതിന് ക്ഷമ പറയുക, 2 ദിവസം വീണ്ടും മാറ്റി പറയുക, ഞാൻ ആരെയും ഉദ്ദേശിച്ചല്ല പറയുന്നത്. പക്ഷേ ആ പറയുന്ന ആളിനോട് എനിക്കെതിരെ വീഡിയോ ഒക്കെ ചെയ്തു, അതിന് ഞാനിന്ന് മറുപടി കൊടുക്കാൻ പോലും തയ്യാറല്ല, തൽക്കാലം തയ്യാറല്ല. കാരണം അതിന് മറുപടി അദ്ദേഹത്തിൻ്റെ കാഴ്ചക്കാർ തന്നെ കൊടുക്കുന്നുണ്ട്. സോ ദാറ്റ്സ് ഇനഫ്. കാരണം എൻ്റെ സുഹൃത്തുക്കളും കാണുന്നവരും മറ്റും പലരും പറഞ്ഞു,
ഇനി താങ്കൾ ഈ വിഷയത്തിൽ, അതായത് ഈ യൂട്യൂബിൻ്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ കമൻറ്റുകളൊന്നും പറയാൻ പോകരുത്, അത് വേണ്ട എന്ന് പറഞ്ഞു. അപ്പം ഇതിൻ്റെ സീസ് ഫയറും വെടിനിർത്തലും അല്ല. ബേസിക്കലി എനിക്ക് വലിയ ബുദ്ധിയൊന്നുമില്ല, ഞാൻ ഈ ഡിഗ്രി തോറ്റത്. പക്ഷേ ഞാൻ ഒരു സ്ട്രീറ്റ് ഫൈറ്റർ ഒന്നുമല്ല. അതായത് കയറി ബഹളം ഉണ്ടാക്കി, അടിയുണ്ടാക്കി, ഇതുണ്ടായി, അത് ചെയ്ത് കളയും, ഇത് ചെയ്ത് കളയും. അത് ഞാൻ ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല ഇന്ന് വരെ. കാരണം എനിക്കതിനുള്ള കഴിവില്ലാത്തതുകൊണ്ടാണ്. കാരണം ഞാനൊരു ഹംബിൾ സിമ്പിൾ പേഴ്സണാലിറ്റിയാണ് ലൈഫിൽ ഇന്ന് വരെ. എപ്പോഴും ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നതും ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പോയിൻ്റുണ്ട്. അതായത് എനിക്ക് കിട്ടേണ്ട ഒരേ ഒരു ഗ്രേസ് എന്ന് പറയുന്നത് എപ്പോഴും ഗ്രൗണ്ടിലായിരിക്കണം. ഒരിക്കലും തലയ്ക്കകത്ത് പ്രൈഡോ അഹങ്കാരമോ ഉണ്ടാകരുത്. ഞാനാണ് ശരി എന്ന സ്വഭാവം ഒരിക്കലും എന്നിലുണ്ടാവരുത്. അതെന്ന് എനിക്കുണ്ടാകുന്ന വാനിറ്റി ആൻഡ് പ്രൈഡ് എന്നുണ്ടാകുന്നു, അന്നൊരു മനുഷ്യൻ മനുഷ്യനല്ലാതായി മാറും. അതാണ് ആ വീഡിയോയ്ക്ക് ഞാൻ കൊടുക്കുന്ന ഒരേ ഒരു മറുപടി. ഈ പറയുന്നത് ഒരു റിക്വസ്റ്റാണ്, പക്ഷേ ഇത് മാൻഡേറ്ററി അല്ല. ഈ ചാനൽ പൂർണ്ണമായിട്ട് ഫ്രീ ആയിരിക്കും. പക്ഷെ നിങ്ങൾക്കറിയാം, ഈ യൂട്യൂബ്, ഗൂഗിളിൽ നിന്ന് കിട്ടുന്നത് അത് ഒരു പരിധി വരെ അതിനകത്ത് ഇതിൻ്റെ എക്സ്പെൻസുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പം ഇതിൻ്റെ താഴെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇപ്പം ബാങ്ക് ഡീറ്റെയിൽസും കറണ്ട് അക്കൗണ്ടാണ് പിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വീഡിയോയിൽ ഇതിൻ്റെ സ്കാനറുണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അത് കോൺട്രിബ്യൂട്ട് ചെയ്യാം. മേക്ക് ഇറ്റ് ക്ലിയർ, ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും. കുറച്ച് എക്സ്പാൻഷൻ പ്ലാനുകളൊക്കെ ഉണ്ട്. നല്ല മാൻ പവർ വേണം, കുറച്ച് കൂടുതൽ നല്ല ടെക്നോളജി വേണം. അതിനൊക്കെ സ്പെൻഡ് ചെയ്യണം. കാരണം ആൾക്കാരുടെ വ്യൂസ് കൂടുന്നുണ്ട്. നിങ്ങൾക്കറിയാം, എനിക്ക് ഈ പറയുന്ന ഒരു വലിയ സബ്സ്ക്രിപ്ഷനൊന്നുമില്ല. സഹകരിക്കാൻ താല്പര്യമുള്ളവർക്ക് സഹകരിക്കാൻ. ഒരു കാരണവശാലും ഇത് നിർബന്ധമോ മാൻഡേറ്ററി അങ്ങനെ ഒന്നും തന്നെയല്ല. നിങ്ങൾക്ക് താല്പര്യമുള്ളത് മാത്രം വിശ്വസിക്കുന്ന നിങ്ങൾ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്ന്.